നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. തനിക്ക് ക്യാൻസർ ചികിത്സയുടെ ഭാഗമായുള്ള കീമോതെറാപ്പി തുടങ്ങിയതായ വിവരം രേണുസുതി കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിലാണ് രേണുസുതി ചികിത്സ തേടിയിരിക്കുന്നത്. രേണുസുതിയുടെ രോഗവുമായി ബന്ധപ്പെട്ട ഊഹാപോഹങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് വാസ്തവം വ്യക്തമാക്കി രേണു രംഗത്തെത്തിയത്. കഴിഞ്ഞ ദിവസം തന്റെ ആദ്യ കീമോതെറാപ്പിക്ക് ശേഷമുള്ള ആരോഗ്യസ്ഥിതി പങ്കുവച്ചുകൊണ്ട് രേണു രംഗത്തെത്തിയിരുന്നു. ആദ്യ കീമോ കഴിഞ്ഞതിന് പിന്നാലെ കഠിനമായ ശാരീരിക ബുദ്ധിമുട്ടുകളിലൂടെയാണ് താൻ കടന്നുപോകുന്നത് എന്ന് രേണു ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു. ഈ കഠിനമായ പ്രതിസന്ധി ഘട്ടത്തിൽ തനിക്ക് പൂർണ്ണ പിന്തുണയുമായി കൂടെയുള്ളത് സ്വന്തം ചേച്ചിയാണെന്ന് രേണു വ്യക്തമാക്കിയിരുന്നു. ആദ്യ കീമോ കഴിഞ്ഞ വിശ്രമത്തിലാണ് രേണുസുതി. ഒരിക്കലും ഇങ്ങനൊരു ഘട്ടം തന്റെ ജീവിതത്തിൽ വരുമെന്ന് രേണു കരുതിയിരുന്നില്ല. അതിനാൽ തന്നെ മകന് വേണ്ടി ഇല്ലാത്ത ധൈര്യം സംഭരിച്ചാണ് രേണു ചികിത്സയ്ക്ക് വിധേയയായത്. ഇപ്പോഴിതാ അസുഖവുമായി ബന്ധപ്പെട്ടും ചികിത്സയുമായി ബന്ധപ്പെട്ടുമുള്ള അപ്ഡേഷനുകൾ പുതിയ ബ്ലോഗിലൂടെ രേണുവും സഹോദരിയും പങ്കുവച്ചിരുന്നു. തന്റെ ആദ്യത്തെ കീമോ ചെയ്യാൻ പോവുകയാണ്. എന്നോട് പുറത്തു നിൽക്കാൻ പറഞ്ഞിട്ട് എന്റെ ചേച്ചിയോടും ചേട്ടനോടുമാണ് ഡോക്ടർ സംസാരിച്ചത്. കോൺഫിഡൻഷ്യലായ ഒരുപാട് കാര്യങ്ങൾ അവരോട് ഡോക്ടർ പറഞ്ഞുവെന്നും അതൊന്നും ഇപ്പോഴും എനിക്ക് അറിയില്ല എന്നുമാണ് രേണുസുതി പറഞ്ഞിരുന്നത്. അവർ എന്നോട് പറഞ്ഞിട്ടില്ല. എന്നെ മുറിക്കുള്ളിൽ ഇരുത്തിയിട്ടാണ് പപ്പയോടും അമ്മയോടും അവർ കാര്യങ്ങൾ പറഞ്ഞതെന്നും രേണു പറഞ്ഞിരുന്നു. എല്ലാവരും പ്രാർത്ഥിക്കണമെന്നായിരുന്നു രേണു വീഡിയോയിൽ പറഞ്ഞത്. കുറച്ച് സീരിയസ് കാര്യങ്ങൾ തന്നെയാണെന്നും അറിഞ്ഞത് വെച്ച് എന്റെ അവസ്ഥ അല്പം സീരിയസ് ആണ്, മോശമാണ്. ക്യാൻസറിനെ ഭയന്നിരിക്കുന്നവർക്ക് മാതൃകയാകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്നും രേണു കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ശരീരത്തിൽ മുഴ വന്നാൽ വെച്ചോണ്ടിരിക്കരുത്. എല്ലാത്തിനും ചികിത്സയുണ്ട്. ലക്ഷക്കണക്കിന് രൂപയുടെ മരുന്നാണ് വാങ്ങിയിരിക്കുന്നത്. അതാണിന്ന് ഇഞ്ചക്ട് ചെയ്യാൻ പോകുന്നത്. പിന്നെ കീമോയുമുണ്ട്. ആന്റിബോഡി ഇഞ്ചക്ട് ചെയ്യും. മനക്കരുത്തുണ്ടെങ്കിൽ ക്യാൻസറിനെ ജയിക്കാം. കീമോ ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ എങ്ങനെയാകുമെന്ന് എനിക്കറിയില്ല. എല്ലാവരുടെയും പ്രാർത്ഥന വേണം. ഒരുപാട് പേർ എനിക്ക് വേണ്ടി വഴിപാട് കഴിപ്പിച്ചു എന്നൊക്കെ അറിയാൻ കഴിഞ്ഞു. ഋതപ്പനെ ഓർത്ത് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ അഹങ്കാരിയായിരിക്കാം. അത്തരത്തിലുള്ള കമന്റുകളും കണ്ടു കാണും. അതൊന്നും വിലക്കെടുക്കാതെ എന്റെ ഋതപ്പനെ ഓർത്ത് പ്രാർത്ഥിക്കണം. എനിക്ക് അസുഖമാണെന്ന് അറിഞ്ഞ ശേഷം അവൻ നല്ല വിഷമത്തിലാണ്. പൊട്ടിക്കരയാറുണ്ട്. പക്ഷെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഒരുപാട് പണം വേണം എന്റെ ചികിത്സയ്ക്കും മരുന്നിനുമായി. അതൊന്നും ഞാൻ കരുതിയിട്ടില്ല. കുറെ പ്രോഗ്രാമുകൾ മുടങ്ങിപ്പോയി. അതുപോലെ എന്റെ ചേച്ചി ജോലി രാജിവെച്ചു. എന്നെ നോക്കാൻ വേണ്ടിയാണ് രാജിവെച്ചത്. അതാണ് എനിക്ക് വലിയ വിഷമമായത്. രക്തബന്ധത്തിലുള്ള ആരെങ്കിലും തന്നെ രോഗിയെ നോക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. എന്റെ ചേച്ചിയോടും ചേട്ടനോടും ഡോക്ടർ എന്താണ് പറഞ്ഞത് എന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. കഴിഞ്ഞ ദിവസം കീമോ തുടങ്ങേണ്ടതായിരുന്നു. പക്ഷേ പുറത്തുനിന്ന് ഒരു മരുന്ന് വരാനുള്ളത് കൊണ്ടും ബ്രസ്റ്റിന് ക്ലിപ്പ് ഇടാനുള്ളത് കൊണ്ടും കീമോ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നായിരുന്നു രേണുസുതി പറഞ്ഞിരുന്നത്. ഇങ്ങനെ ഇരിക്കുന്നതേ ഉള്ളൂ. കണ്ടീഷൻ മോശമാണ്. ഗവൺമെന്റ് മെഡിക്കൽ കോളേജാണ് ഇനി ഞാൻ എന്റെ തറവാടായി കാണുന്നത്. എത്ര വർഷം പോകുമെന്ന് എനിക്കറിയില്ല. എത്ര വർഷം പോയാലും എന്റെ ഋതപ്പന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അവന്റെ അമ്മ തിരിച്ചു വരാൻ പ്രാർത്ഥിക്കണം. പറ്റുന്ന രീതിയിൽ അപ്ഡേഷൻസ് തരാം. എല്ലാം ദൈവത്തിന്റെ കയ്യിലാണെന്നും രേണുസുതി പറഞ്ഞിരുന്നു. 3 ആഴ്ച കൂടുമ്പോൾ ഒരു കീമോ വെച്ച് ആകെ 6 കീമോയാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. 6 കീമോയ്ക്ക് ശേഷം സർജറിയാണ്. എല്ലാവരുടെയും പ്രാർത്ഥന വേണമെന്നും ആ പ്രാർത്ഥനയാണ് മുന്നോട്ട് അവളെ കൊണ്ടുപോകുന്നത് എന്നും രേണുവിന്റെ സഹോദരിയും പറഞ്ഞിരുന്നു. ശരീരത്തിൽ വന്നൊരു മുഴ കൃത്യസമയത്ത് രേണു ചികിത്സിക്കാതിരുന്നതിനാലാണ് അത് ക്യാൻസറായി മാറിയത്. 3rd സ്റ്റേജ് കഴിഞ്ഞു. അതിനാൽ തന്നെ നൂതനമായ ചികിത്സകളാണ് രേണുവിന് നൽകുന്നത്. കുടുംബത്തിന്റെ ഏക വരുമാന മാർഗമായിരുന്നു രേണു. അതേസമയം ക്യാൻസറുമായുള്ള രേണു പോരാട്ടത്തിൽ പ്രാർത്ഥനകളോടെ നിരവധി ആളുകളാണ് പിന്തുണ പ്രഖ്യാപിക്കുന്നത്. എന്നാൽ ഇതിനിടെ ചിലർ രേണുസുതിക്ക് മാത്രമേ ഇതുവരെ ക്യാൻസർ വന്നിട്ടുള്ളൂ എന്ന കമന്റ് പല പോസ്റ്റുകൾക്കും താഴെ കുറിക്കുന്നുണ്ട്. ഇതിനെതിരെ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് രേണുവിന്റെ സുഹൃത്ത് പ്രതീഷ് പ്രകാശ്. എന്ത് അസുഖവും അവനവന് വരുമ്പോഴേ അവസ്ഥ മനസ്സിലാകൂവെന്നും പ്രതീഷ് കുറിച്ചു. പല ആൾക്കാരും ഇന്നും അവരെ കുറ്റം പറയുന്നു. അവർ ചെയ്ത പ്രവൃത്തിയെക്കുറിച്ച് പറഞ്ഞു. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, ഈ ജീവിതത്തിൽ ഒരു തെറ്റുപോലും ചെയ്യാത്ത മനുഷ്യന്മാരുണ്ടോ? ഇല്ല. ഞാൻ ആയാലും നീ ആയാലും അവരവരുടെ ജീവിതത്തിലെ ഏറ്റവും മോശം അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അവരെ നമ്മൾ ഒപ്പം ചേർത്ത് നിർത്തണമെന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും അവരെ ഈ അവസ്ഥയിലായതിൽ സന്തോഷിക്കരുത്. ഒരുപാട് പേരുടെ കമന്റ്സ് ആണ് രേണുസുതിക്ക് മാത്രമേ ക്യാൻസർ വന്നിട്ടുള്ളൂ ചോദിക്കുന്നവരുണ്ട്. ഒരു അസുഖം അവനവന് വരുമ്പോഴേ ആ അവസ്ഥ മനസ്സിലാകും. അത് ഇന്നോ നാളെയോ എനിക്കോ നിനക്കോ വരാം. അവർ ഇന്നുവരെ അവരുടെ അസുഖത്തെ പറഞ്ഞു. സഹായിക്കണം, പണം വേണം പറഞ്ഞു. നമ്മുടെ ഇടയിൽ വന്നിട്ട് ഇല്ല.
അവർ നമ്മളോട് ചോദിച്ചത് ഒന്നു മാത്രമാണ്, നിങ്ങളുടെ പ്രാർത്ഥനയിൽ എനിക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കണം, അതുമാത്രം അവർ തിരിച്ചു വരും എന്ന് എനിക്ക് ഉറപ്പുണ്ടെന്നാണ് പ്രതീഷിന്റെ കുറിപ്പ്. പ്രതീഷിന്റെ പോസ്റ്റിന് താഴെ രേണുവിനെ പിന്തുണച്ചുകൊണ്ട് നിരവധി ആളുകളാണ് രംഗത്തെത്തിയിരിക്കുന്നത്. വേദനയിലും പുഞ്ചിരിച്ചു മുന്നേറുകയാണ് രേണുസുതി. അസുഖം സ്ഥിരീകരിച്ചപ്പോഴോ ട്രീറ്റ്മെന്റ് തുടങ്ങിയപ്പോഴോ ഒന്നും തളരാതെ പിടിച്ചു നിൽക്കുകയാണ് രേണു. സമാനമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്ക് മാതൃകയായി നിൽക്കാനാണ് ആഗ്രഹം. ദൈവത്തെക്കുറിച്ചുള്ള പാട്ട് പാടുമ്പോൾ ഈ വേദനകളെല്ലാം ഞാൻ മറക്കും. ഓപ്പറേഷൻ സമയത്തും അല്ലാത്തപ്പോഴുമൊക്കെ ആ പാട്ടാണ് ഞാൻ പാടുന്നത്. നന്നായി പാടിയെന്നുള്ള കമന്റുകൾ കണ്ടിരുന്നു. ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബ് ചാനലിലുമായി തന്റെ കാര്യങ്ങളെല്ലാം പങ്കുവെക്കുന്നുണ്ട് രേണു. ആദ്യം സർജറി ചെയ്തിരുന്നു, അതിനുശേഷമാണ് കീമോ തുടങ്ങിയത്. ഇനി മുടിയൊക്കെ പോവുമായിരിക്കും. അതിനു മുന്നോടിയായി മുടിയും വെട്ടിയിരുന്നു രേണു. കീമോയ്ക്ക് പോകുന്നതും പിക്ക് ലൈൻ ഇട്ടതും കീമോ ചെയ്തതിന് ശേഷമുള്ള അവസ്ഥയെക്കുറിച്ചുമെല്ലാം പോസ്റ്റുകളിലൂടെ അറിയിക്കുന്നുണ്ടായിരുന്നു രേണു. തുടക്കം മുതലേ കാര്യങ്ങൾ നോക്കുന്നതും കൂടെ വരുന്നതും എല്ലാം ചേച്ചിയാണ്. ചേച്ചി നേഴ്സാണ്, കാര്യങ്ങളെക്കുറിച്ചെല്ലാം കൃത്യമായി അറിയാം. അന്ന് ഈ മുഴ വന്നതോ ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞതോ ഒന്നും ചേച്ചി അറിഞ്ഞിട്ടില്ല. അന്ന് ഹൈദരാബാദിൽ ജോലി ചെയ്യുകയായിരുന്നു ചേച്ചി. ഇപ്പോൾ നാട്ടിലെ ആശുപത്രിയിലാണ് ജോലി. ലീവൊക്കെ എടുത്താണ് കൂടെ വരുന്നതെന്നും രേണു പറഞ്ഞിരുന്നു. കീമോ കഴിഞ്ഞതിന് ശേഷമായി ചേച്ചിയാണ് തനിക്ക് ഫുഡൊക്കെ വാരിത്തന്നതെന്നും രേണു പറഞ്ഞിരുന്നു. കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ചേച്ചിയുടെ വീഡിയോയും രേണു പങ്കുവച്ചിരുന്നു. എന്റെ ചേച്ചിക്ക് എനിക്ക് വേണ്ടി കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്നു, സഹിക്കുന്നില്ല ദൈവമേ എന്നായിരുന്നു രേണു കുറിച്ചത്. ചുറ്റുമുള്ള ഒരുപാട് പേർ എന്നെക്കുറിച്ച് അപവാദം പറഞ്ഞപ്പോഴും ഞാൻ പതറാതെ നിന്നു. ഇപ്പോഴും ഞാൻ പതറിയില്ല. ആദരാഞ്ജലി പോസ്റ്റ് ഇട്ടവരോട് എനിക്കൊന്നും പറയാനില്ല എന്നായിരുന്നു രേണുവിന്റെ മറുപടി. ഇനിയിപ്പോൾ AI വെച്ച് ഞാൻ ശവപ്പെട്ടിയിൽ കിടക്കുന്ന ഫോട്ടോയും വരും. അവരോടൊക്കെ ദൈവം ക്ഷമിക്കട്ടെ. അവരുടെ വീട്ടിലൊന്നും ഇങ്ങനെ വരരുതേ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ആ പോസ്റ്റ് ഇട്ടവനോട് എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. കാരണം അവൻ അവന്റെ റീച്ചിന് വേണ്ടി ചെയ്തതാണ്. ആരും ജീവിക്കുന്നവരെ കുറിച്ച് മരിച്ചെന്ന് പറയരുത്. മരണം ദുഃഖകരമായ ഒരു സംഭവം തന്നെയാണ്. ഒരിക്കലും നമ്മുടെ ലൈഫിലേക്ക് പെട്ടെന്ന് കടന്നു വരരുതേ എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് മരണമെന്നും രേണു പറഞ്ഞിരുന്നു. വിവരം അറിഞ്ഞിട്ടും കിച്ചു ഇതുവരെയും തന്നെ വിളിച്ചില്ല എന്നും രേണു തുറന്നു പറഞ്ഞു. എന്നെ ഇതുവരെ വിളിച്ചില്ല, ഞാനും വിളിച്ചിട്ടില്ല. അന്നത്തെ പ്രശ്നത്തിന് ശേഷം ഋതപ്പനെ പുറത്തു കൊണ്ടുപോകുന്നുവെന്ന് പറയാൻ വിളിച്ചു. അറിഞ്ഞോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. സത്യമാണോ എന്ന് പോലും അവൻ വിളിച്ച് ചോദിച്ചില്ല എന്നാണ് രേണുസുതി പറഞ്ഞത്. എനിക്ക് ജീവിക്കണം, നന്നായിട്ട് തന്നെ കുറച്ച് നാളുകൂടി ജീവിക്കണം. എന്നെ ക്യാൻസർ തിന്നരുത്, അതായത് എന്നെ ക്യാൻസർ കീഴ്പ്പെടുത്തരുത്, ഞാൻ അതിനെ കീഴ്പ്പെടുത്തണം. അതിനെല്ലാവരുടെയും പ്രാർത്ഥന വേണമെന്നാണ്. എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ പ്രാർത്ഥനയും എന്നെ സ്നേഹിക്കാത്തവരുടെ പ്രാർത്ഥനയും ഞാൻ ചോദിക്കും എന്നും രേണുസുതി പറഞ്ഞിരുന്നു. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.